ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലഞ്ച് പ്രിപ്പറേഷൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് മീൻ തേങ്ങാപ്പാൽ അരച്ചിട്ടാണ് ഞാൻ വയ്ക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണാം കേട്ടോ. പിന്നെ ഒരു കാബേജ് തോരൻ, ഒരു മാങ്ങ ചെത്തുമാങ്ങ, വെളുത്തുള്ളിയും കായൊക്കെ ഇട്ടിട്ട് ഒരു അച്ചാർ. അതുണ്ടാക്കി കഴിഞ്ഞിട്ടില്ല, ഉപ്പ് തിരുമ്പി വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിക്കാം. ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്. നമുക്കിത് നല്ല ക്രഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതായിരിക്കണം. ഈ തക്കാളി ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്, അതായിരിക്കും. കുറച്ച് തേങ്ങാപ്പാലിലത് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എപ്പോഴും വെക്കണം വെപ്പില്ല കേട്ടോ, വേറൊരു ഡിഫറെൻറ്റ് ടൈപ്പ്. ഇതിൽ മല്ലിപ്പൊടി, പെരുംജീരകം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇനി ഇത് വേകുമ്പോൾ തിളച്ച് നല്ല 10 മിനിറ്റ് വെന്ത് കഴിഞ്ഞ് നമുക്ക് ഇതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇറക്കി വയ്ക്കാം. ഞാൻ അടുത്ത പണി ചെയ്യാം. കടുക് കൂട്ടി ഉഴുന്നും പരിപ്പിടാം, ഇഞ്ചി ഇടാം, പച്ചമുളക് ഇടാം. പച്ചമുളക് ഇടാം, നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇത് കാബേജ് ഇട്ട് കൂട്ടാം. കാബേജ് വെന്തപ്പോൾ നമുക്ക് തേങ്ങ ഇട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഒരു സെക്കൻഡായി നല്ല ടേസ്റ്റിയാണ് കാബേജ് തോരൻ റെഡി. ഇനി നമുക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാം. ഇപ്പം നമുക്ക് ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ റെഡി. സൂപ്പർ ടേസ്റ്റാണ്. വെളുത്തുള്ളിയും കായപ്പൊടിയും ഒക്കെ ഇട്ടത് പച്ച. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. കണ്ണൂക്കാരയുടെ മീൻ കറി ഇവിടെ റെഡി. ഇത് ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ വെപ്പല്ല കേട്ടോ. ഇതിൽ മല്ലിയില്ല, ഒന്നുമില്ല. നമുക്കിന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ചോറ്, ഞാൻ പൊന്നു ചോറ് വെച്ചാട്ടാ. മാങ്ങിയിട്ട മീൻ കറി. തൃശ്ശൂർക്കാരുടെ വെപ്പല്ല, കണ്ണൂക്കാരുടെ വെപ്പാണ്. കുറച്ച് അധികം കാബേജ്, കുറച്ച് മാങ്ങച്ചാർ. ഇത് വെറുതെ തിന്നാം, പാകമായിട്ടില്ലെങ്കിലും വെറുതെ പലഹാരമായി തിന്നാട്ടാ. പുളി അത്രയ്ക്ക് അധികം ഇല്ല അതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഓക്കെ, ബായ്.